ഹലോ ഗൈസ്, ഇന്നലത്തെ നമ്മുടെ മാമോദീസ ഫംഗ്ഷൻ കാരണം എല്ലാവർക്കും ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എല്ലാവരും ലേറ്റ് ആയിട്ടാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. അത് കഴിച്ച പാടത്താണ് വീണ്ടും ഒരു കറക്കാണെന്ന്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുഞ്ഞു ബേബീനെയും കൊണ്ട് ആദ്യം ഹൈലൈറ്റ് മാളിൽ പോയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാട്ടോ ആദ്യം പോയത്. അപ്പോൾ അവിടെ കുറേ നേരം കറങ്ങി പൊരുത്തി ചെന്ന പാടെ തന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മളെടുത്തില്ല, നമ്മളാദ്യം ഉപ്പിലിട്ട ഭാഗത്തേക്കൊന്ന് വെറുതെ പോയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പേരക്കായ കണ്ടപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അതങ്ങ് വാങ്ങിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ആൾക്കൊരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു കൊടുത്ത് അവളെ അങ്ങ് ഹാപ്പിയാക്കി വിട്ടു. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോയി. ഈ ഒരു സെക്ഷൻ നമ്മൾ ഈ പെൺകുട്ടികളമ്മമാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും ഇതൊന്ന് കണ്ടു നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഹരമാണല്ലേ. അപ്പം ഞാനതിന് കുറവൊന്നും വരുത്തിയിട്ടില്ല. ഈ ഭാഗം ഫുൾ അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. എന്തോരുണ്ടെങ്കിലും നമുക്കിങ്ങനെ കടയിൽ ഉടുപ്പുകൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ. അങ്ങനെ അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഒരുത്തേക്ക് വണ്ടി കയറണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ദാവീദ് ചേട്ടനും ജിസ്ന ചേച്ചിനും പിന്നെ നമ്മുടെ കുഞ്ഞു ബേബിനും കൂടി കൂട്ടിയിട്ട് ആഗ്രഹം അങ്ങ് പൂർത്തിയാക്കി. പിന്നെ നമ്മൾ നേരെ ചിക്കൻ കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞൊരു 4 മണിക്ക് ആയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ നമ്മൾ നേരെ ഒരു വീട് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി വീട് നോക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് റോട്ടിൽ നിന്നുള്ളൊരു സൺസെറ്റായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ വീടൊക്കെ എത്താറായപ്പോൾ 6:30 ആയിട്ടാ. വിശപ്പും ദാഹവും ആകെപ്പാടൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഈ ചൂടിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നതേ കഷ്ടമാണ്. അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ ചേട്ടൻ്റെ വക നല്ല കാന്താരി ഇട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു. സ്വർഗ്ഗമായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ രാത്രി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചിയാരത്തോട്ട് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം ഇനി നാളെ കാണാം.